ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു മെത്തേഡിൽ നമ്മുടെ പഠനം കൊണ്ടുവരുവാണ്. ഇതിന്റെ ഭാഗമായിട്ട് 150 ടോപ്പിക്സ്, അതിന്റെ ഒരു സീരീസ് ആണിത്. ആ 150 ടോപ്പിക്സിന്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ റീസെന്റ് PSC ചോദിച്ചിരിക്കുന്ന ഏരിയ വൈസ് മനസ്സിലാക്കിയൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു 150 ഏരിയ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 150 ഏരിയ നിങ്ങളൊരു ഡെയിലി ഈ ഒരു സീരീസ് കണ്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എക്സാമിനേഷന് പ്രയോജനം ചെയ്യും എന്നുള്ള 100% കോൺഫിഡൻസിലാണ് നമ്മളിങ്ങനെ ഒരു കാര്യം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്നതാ ഇവിടെ തുടങ്ങിക്കോളൂ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സെഷൻ ആരംഭിച്ചിരുന്നു. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കാണുക. അവർക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ എൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ഒരു ദിവസം 3 വീഡിയോ ക്ലാസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. രാവിലെ 9:30, ഉച്ചയ്ക്ക് 12 മണി, വൈകുന്നേരം 7 മണി, ഇങ്ങനെ 3 സമയങ്ങളിലായിട്ടാണ് നമ്മുടെ വീഡിയോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇനിയും പഠിച്ചിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മളുടെ ഈ 3 നേരവും തരുന്ന 3 നേരം ഒരു മെഡിസിൻ എടുക്കുന്ന പോലത്തെ ഒരു ടൈമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിത് മെഡിസിൻ ആണെന്ന് കരുതിക്കോളൂ. നിങ്ങൾക്ക് എക്സാമിന് വേണ്ട മെഡിസിൻ ആണിത്. അത് നിങ്ങൾ ആ ഒരു വാക്സിൻ അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ നിങ്ങൾ കറക്റ്റ് സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിടും, അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ 150 ടോപ്പിക്സിൽ നമ്മൾ ഫസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഹിസ്റ്ററിയുടെ പാർട്ട് തന്നെയാണ്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് നമുക്കറിയാം ഏത് എക്സാമിനേഷൻ എടുത്താലും മിക്കവാറും, അതായത് ഒരു കുറേ ക്വസ്റ്റ്യൻ, ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് മലബാർ കലാപം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? മലബാർ കലാപം. 150 ടോപ്പിക്സിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുവാണ്. അതാണ് മലബാർ കലാപം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പഠിക്കുന്നത് വളരെ ഒരു ക്ലാസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒരു റാങ്ക് ഫയലിൽ പോയിട്ട് പോയിന്റ് എടുത്ത് തരുന്ന ഒരു രീതിയല്ല എൻ്റെത്. ഞാനൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പം അതിനെക്കുറിച്ച് ഞാനൊന്നിരുന്ന് പഠിക്കും. അതിനുശേഷമാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ക്ലാസ്സിന് നമുക്ക് എന്തെങ്കിലും വയ്യായിക വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. കാരണം എനിക്ക് ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ക്ലാസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് ഞാൻ കോപ്പി അടിക്കുന്നതിന് തുല്യമാകും. ആരുടെയോ ഒരു കഷ്ടപ്പാടിനെ ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ സിമ്പിളായിട്ട് അവതരിപ്പിച്ച് കയ്യടി വാങ്ങുക എന്നുള്ളത് എനിക്കത് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പം ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ക്ലാസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രസ്താവന ടൈപ്പിന് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ക്ലാസ്സിലേക്ക് പോകുവാണേ. നമുക്കറിയാം 1ാം ലോക മഹായുദ്ധം. അപ്പോൾ 1ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിയും തുർക്കിയും ഒക്കെ എന്ത് ചെയ്തു? ദയനീയമായിട്ട് പരാജയപ്പെടുകയുണ്ടായി അല്ലേ? ഇപ്പൊ തുർക്കിയിലെ സുൽത്താനെ ലോക മുസ്ലിങ്ങൾ ഖലീഫയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഖലീഫയായിട്ടാണ് കണ്ടിരുന്നത്. ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനായിരുന്ന മുഹമ്മദ് നബിയുടെ അനന്തരാവകാശി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അനന്തരഗമനം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അനന്തരഗമനം എന്നാണ് കേട്ടോ. ഖിലാഫത്തിന്റെ മീനിങ് അനന്തരഗമനം എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കി പരാജയപ്പെട്ടപ്പോഴത്തേക്കും തുർക്കിയിലെ സുൽത്താൻ ഖലീഫ എന്നാണ് അറിയപ്പെടുന്നത്. ഖലീഫയുടെ ഖലീഫയായിരുന്നു. അപ്പം ഇതോട് കൂടിയിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്തു? നിഷേധമായിട്ടുള്ള ഒരു നിലപാടാണ് തുർക്കിയോട് സ്വീകരിക്കുകയുണ്ടായത്, അല്ലെങ്കിൽ ഖലീഫയോട് കാണിക്കുകയുണ്ടായത്. അപ്പോൾ ഇത് ലോകമാകമാനമുള്ള മുസ്ലിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റുലി എന്ന രീതിയിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം, അല്ലെങ്കിൽ ഈ ഖിലാഫത്ത്, അല്ലെങ്കിൽ ഈ തുർക്കിയിലെ ഖലീഫയ്ക്ക് നേരിടേണ്ടി വന്ന, അല്ലെങ്കിൽ തുർക്കിയിലെ സുൽത്താന് നേരിടേണ്ടി വന്ന, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള നിഷേധപരമായിട്ടുള്ള പെരുമാറ്റം ഇന്ത്യയിലേക്കും ആളിക്കത്തുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്ത്യയിലും സംഭവിക്കുകയുണ്ടായി. ഇന്ത്യയിലും സ്വാതന്ത്ര്യബോധം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിൽ സ്വാതന്ത്ര്യബോധം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ ഒരു അവസരത്തിലാണ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ഗാന്ധിജി ശ്രദ്ധേയമാകുന്നതും ഗാന്ധിജി മുന്നോട്ട് വരികയും ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു.
അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലെ, ഗാന്ധിജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ അങ്ങേയറ്റം വിലമതിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? ഹിന്ദു മുസ്ലിം ഐക്യത്തെ വളരെ വിലമതിച്ചിരുന്ന വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ ഗാന്ധിജി അലി സഹോദരന്മാരായിരുന്ന മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി എന്നിവരോടൊപ്പം ചേർന്ന് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. 1919 ഗാന്ധിജി അലി സഹോദരന്മാരോടൊപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി. 1920 നാഗ്പൂരിലെ സമ്മേളനത്തിന് ശേഷം നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചതുപോലെ തന്നെ മലബാറിലും ആ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം അത് ഫോളോ ചെയ്യുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക, കോടതി ബഹിഷ്കരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയും സംഭവിച്ചു? നമ്മുടെ മലബാറിലും സംഭവിച്ചു. ഗാന്ധിജി ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോട് കൂടിയിട്ട് നമുക്കറിയാൻ പറ്റും കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലേക്ക് പോവുകയും ഇത് രണ്ടും ഏതാണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ രൂപപ്പെട്ടതോടുകൂടി ഇത് എന്ത് ചെയ്തു? ഇത് ബ്രിട്ടീഷ് ഭരണത്തിന് വൻ തലവേദനയായിട്ട് മാറുകയും ചെയ്തു. മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം വളരെയധികം ശക്തിപ്പെട്ടു. അപ്പൊ ഇത് തീർച്ചയായിട്ടും എന്ത് ചെയ്തു? മലബാറിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാം, മലബാറിൽ, പ്രത്യേകിച്ച് മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനൊരു കടുത്ത തലവേദനയായിട്ട് മാറി. ഇപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കേരളത്തിൽ വരികയും ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. 1921 പൊന്നാനിയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ വള്ളുവനാട്, ഏറനാട് താലൂക്കുകളിലൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി ആർജിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് വൻ തലവേദന സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകൂടം അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ഭീകര ഭരണം അഴിച്ചുവിട്ടു. മലബാറിലെ മുസ്ലിങ്ങളുടെ മേൽ പോലീസ് ഭീകര ഭരണം അഴിച്ചുവിട്ടു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു ജന്മിയുടെ തോക്ക് കളവ് പോയി എന്നും പറഞ്ഞ് പോലീസുകാര് ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ച് മുസ്ലിംസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാപ്പിളമാർ അവിടുത്തെ സർക്കാർ ഓഫീസുകൾ നശിപ്പിച്ചു, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓഫീസുകൾ നശിപ്പിക്കുക, വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദ്യാലയങ്ങൾ നശിപ്പിക്കുക, ഇതുപോലത്തെ അക്രമങ്ങൾ അവരും അഴിച്ചുവിട്ടു. അപ്പൊ ഇതിനൊക്കെ നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ആര്? വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അതുപോലെ തന്നെ വലിയ പേരായതുകൊണ്ട് പുത്തൂർ സീതക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ആലി മുസ്ലിയാർ എന്നിവരാണ് എന്ത് ചെയ്ത ഇവിടുത്തെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ നമ്മളിത് പറഞ്ഞു വരുന്നത് പൂക്കോട്ടൂർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ്. PSC ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, അതാണ് പൂക്കോട്ടൂർ കലാപം. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പം ഈ നമ്മൾ പറഞ്ഞു ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്ത മാപ്പിളമാര് ലഹളയ്ക്ക് ഒരുങ്ങുന്നതും. അതിന് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പുത്തൂർ സീതക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ആലി മുസ്ലിയാർ എന്നിവർ. ലഹളക്കാര് തങ്ങളുടെ പ്രബല കേന്ദ്രങ്ങളായിരുന്ന മലപ്പുറം, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ എന്നിവയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ തുടച്ചു നീക്കി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ബ്രിട്ടീഷുകാർ അതിശക്തമായിട്ട് തന്നെ എന്ത് ചെയ്തു? കലാപത്തെ നേരിടുകയും അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകളുടെ ജീവൻ എടുക്കുകയും അതുപോലെ തന്നെ കൊന്നൊടുക്കുകയും കുറേ പേരെ നാട് കടത്തുകയൊക്കെ ചെയ്തു. ഈ സമയത്താണ് അലി മുസ്ലിയാരെ ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായിട്ട് അവരോധിക്കുകയുണ്ടായത്. പിന്നീട് ഈ കലാപം ശക്തമായതോട് കൂടിയിട്ടും ഒരുപാട് പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് എന്ത് ചെയ്തു? അലി മുസ്ലിയാരെ കോയമ്പത്തൂർ വെച്ചിട്ട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു സംഭവമായിരുന്നു വാഗൺ ട്രാജഡി. 1920 നവംബർ 10 ഏതാണ്ട് 90ഓളം തടവുകാരുമായിട്ട് റെയിൽവേയുടെ ഒരു ഗുഡ്സ് വാഗണിൽ ആളുകളെ എന്തെയ്യുന്നു കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പോത്തന്നൂരിലെത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് 64ഓളം പേര് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി അല്ലേ. അപ്പം അതിൽ എന്താണ് ഒരു മാസ് മസാക്കർ നമുക്ക് പറയാൻ പറ്റും. ഒത്തിരി പേര് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്ത ഒരു ഇൻസിഡന്റിനെയാണ് ഇത് പറയുന്നത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞതെന്നു വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്.
ഇനി നമ്മളോട് ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നോക്കി നമുക്കൊന്ന് പഠിക്കാം. ഇതൊരു ബേസ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ, ഒരു കഥ പോലെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരുന്ന നോക്കാം. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, അതായത് ആദ്യം ശ്രദ്ധിക്കേണ്ടതല്ല പറഞ്ഞ്, ഇനി ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ സമരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. മലബാർ കലാപത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്താ? മാപ്പിള ലഹള. എഴുതുന്നില്ല, മലബാർ കലാപത്തിന് പറയുന്ന മറ്റൊരു പേരാണ് മാപ്പിള ലഹള. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ സമരം അല്ലെങ്കിൽ കലാപം എന്നൊക്കെ ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള സംഭവിക്കുന്നത് 1921. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം, മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം ഏതാണ്? പൂക്കോട്ടൂർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം ഞാൻ ആദ്യം പറഞ്ഞു. ഖിലാഫത്ത് അല്ലെ നമ്മുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറഞ്ഞു. അപ്പൊ പൂക്കോട്ടൂർ കലാപം ഉണ്ടായത് എന്താന്ന് ചോദിച്ചാൽ 1921 ഓഗസ്റ്റ് 20 കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 1921 ഓഗസ്റ്റ് 20 എന്താ പൂക്കോട്ടൂർ കലാപം ഉണ്ടായത്. 2 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരുപാട് രീതിയിൽ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് കിട്ടാം. അപ്പൊ അതാണ് പറയുന്നത്, ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രതിഷേധം അല്ലെങ്കിൽ സമരം മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. മലബാർ കലാപം ഉണ്ടായത് 1921. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം നടന്നത് 1921 ഓഗസ്റ്റ് 20 ഓർത്ത് വെക്കുക. ഇനി പൂക്കോട്ടൂർ കലാപത്തിന്റെ കലാപകാരികൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവർ ആരാന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പഠിച്ചു. വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പുത്തൂർ സീതക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ്. പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞായിരുന്നു, അതിനുശേഷം ഉണ്ടായ ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായിട്ട് ആരെ അവരോധിച്ചു? അലി മുസ്ലിയാരെ അവരോധിക്കുകയുണ്ടായി. അപ്പൊ അതും ഒന്ന് ഓർത്തു വെച്ചേക്കണം. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയായിരുന്നു കേട്ടോ. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. PSC പലതവണ ചോദിച്ചിട്ടുണ്ട് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. പിന്നെ ഈ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനാണ് TL സ്ട്രെയിഞ്ച്. TL സ്ട്രെയിഞ്ച് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷുകാരന്റെ പേരും കൂടി നമ്മൾ പഠിക്കണം. അതായത് മലബാർ കലാപത്തെ ജന്മിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക കലാപവുമാണ് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ആര്? വില്യം ലോഗൻ. മലബാർ കലാപത്തെ മലബാറിലെ ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക ബേസ് ചെയ്തല്ലേ, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു അല്ലെങ്കിൽ കലാപമായിരുന്നു എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനാണ് വില്യം ലോഗൻ. മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച വ്യക്തി TL സ്ട്രെയിഞ്ച് ആണ്. മലബാർ കലാപത്തിന്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടി. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനായിരുന്നു വില്യം ലോഗൻ കമ്മീഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഓർത്തത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അപ്പൊ വില്യം ലോഗൻ അത് പഠിച്ചു വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ജന്മിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായ കാർഷിക കലാപങ്ങളിൽ ഒന്നെന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായത്. അതത്രയും പഠിച്ചു വെക്കുക. ഇനി ഈ വില്യം ലോഗന്റെ കൃതിയാണ് മലബാർ മാനുവൽ. PSC ചോദിച്ചിട്ടുണ്ട് മലബാർ മാനുവൽ രചിച്ചു തരാന്ന് ചോദിച്ചിട്ടുണ്ട്. മലബാർ മാനുവൽ രചിച്ചു തരാണ് വില്യം ലോഗനാണ്. ഇനി നമുക്ക് ചില കൃതികളും പിന്നെ IV ശശി സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട് മലബാർ കലാപത്തെ ബേസ് ചെയ്ത്, അതും പഠിക്കണം. മലബാർ കലാപത്തെ അല്ലെങ്കിൽ മാപ്പിള ലഹളയെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആധാരമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. പഠിക്കണം, 1921. അതുപോലെ തന്നെ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹളയെ ആധാരമാക്കിക്കൊണ്ട് ഉറൂബ PC കുട്ടിക്കൃഷ്ണൻ രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. കുമാരനാശാൻ മലബാർ കലാപത്തെ ആധാരമാക്കി രചിച്ച കൃതിയാണ് ദുരവസ്ഥ. കുമാരനാശാന്റെ ദുരവസ്ഥ. അതുപോലെ തന്നെ മലബാർ കലാപം എന്ന സൃഷ്ടി ആരുടേതാണ്? K മാധവൻ നായരുടെ രചനയാണ് മലബാർ കലാപം. ഖിലാഫത്ത് സ്മരണകൾ ആരുടെ പുസ്തകമാണ്? M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അപ്പൊ പിള്ളേരെ ഇത് പഠിക്കണം. ഇതിനകത്ത് നമ്മളോട് സുന്ദരികളും സുന്ദരന്മാരും ചോദിച്ചിട്ടുണ്ട്, ദുരവസ്ഥ ചോദിച്ചിട്ടുണ്ട്, 1921 ചോദിച്ചിട്ടുണ്ട്, മലബാർ മാനുവൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഖിലാഫത്ത് സ്മരണകളും കണ്ടിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങളിത് മസ്റ്റായിട്ട് പഠിക്കണം. അപ്പൊ വില്യം ലോഗന്റെയാണ് എന്ത് മലബാർ മാനുവൽ നമ്മൾ കണ്ടു. ഖിലാഫത്ത് സ്മരണകൾ ആരെയാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം കെ മാധവൻ നായർ. ദുരവസ്ഥ കുമാരനാശാൻ. 1921 സിനിമ സംവിധാനം ചെയ്ത IV ശശി. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ. ഇതെല്ലാം മലബാർ കലാപത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആധാരമാക്കിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സൃഷ്ടികളാണ്. തെറ്റിക്കല്. ഇത് പഠിക്കണം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വാഗൺ ട്രാജഡിയെ കുറിച്ച് SCERT പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ പിള്ളേരുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളെ ബെല്ലാരിയിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് TS ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ TS ഹിച്ച്കോക്കിന്റെ നേതൃത്വത്തില് കലാപകാരികളെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് എന്ത് ചെയ്യുവാണ്? പോത്തന്നൂർ എത്തിയപ്പോഴത്തേക്ക്, അതായത് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ ബെല്ലാരി ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പം തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോത്തന്നൂർ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? പുസ്തകത്തിൽ പറയുന്നതിന്റെ 72 പേരെ എങ്ങാണ്ട് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ വേണ്ട. 90 പേരെയാണ് ഈ ഗുഡ്സ് വാഗണിൽ കൊണ്ടുപോകുന്നത്. അതിനകത്ത് ഏതാണ്ട് 64-67ഓളം പേരാണ് മരിക്കുന്നത്. അപ്പം അത്രയും പേര്. പക്ഷേ SCERTയിൽ 72 എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ 64-67 ഒക്കെ കണക്ക് കാണുന്നത്. അപ്പൊ 64ഓളം പേര് ശ്വാസം മുട്ടി മരിച്ച ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് നമുക്ക് അറിയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ ഉത്തരം ഓർത്ത് വെക്കുക. ഇവരെ കൊണ്ടുപോകുന്നത് ബെല്ലാരിയിലെ ജയിലിലേക്കാണ്. തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോത്തന്നൂർ വെച്ചിട്ടായിരുന്നു അപകടം നടക്കുന്നത്. അപ്പൊ TS ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അതിന് നേതൃത്വം നൽകി കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി ഈ വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് PS ചോദിക്കാറുള്ളതാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂര്. മാറിപ്പോരുത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു ഈ വാഗൺ ട്രാജഡി സംഭവിക്കുന്ന 1921 നവംബർ 10-നാണ്. ഈ വാഗൺ ട്രാജഡി ഒരു ഗുഡ്സ് ട്രെയിനിലാണ് ഇവരെ കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ ആ ഗുഡ്സ് ട്രെയിനാണ് MSLV 1711 ആണ് ഗുഡ്സ് ട്രെയിൻ. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നെയ്പ്പ് കമ്മീഷൻ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ വില്യം ലോഗൻ പറഞ്ഞു, എന്താണെന്ന് ഓർമ്മയുണ്ടോ എന്തോ. പിന്നെ ഇതിപ്പോ പറഞ്ഞു നെയ്പ്പ് കമ്മീഷൻ. നെയ്പ്പ് കമ്മീഷൻ എന്താണ്? വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് നെയ്പ്പ് കമ്മീഷൻ. അതേപോലെ തന്നെ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. ഇപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് വേണ്ട മലബാർ കലാപമായി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെച്ചോളൂ. കാരണം ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ഒരു വട്ടം കേൾക്കുക, ഒന്ന് നോട്ട്ബുക്കിൽ എഴുതുക, അത് കഴിഞ്ഞ് ഒന്നും കൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ തലയിൽ നിന്നോളും, പോവത്തില്ല. ഒന്നാമത് എൻ്റെ സൗണ്ട് ആണെങ്കിൽ ഭയങ്കര ഷാർപ്പ്, ഒരുമാതിരി വല്ലാത്ത സൗണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തലയിൽ ഇരിക്കുന്ന ഒരു സൗണ്ടാണെന്നാണ് എല്ലാവരും എന്നോട് സംസാരിക്കുന്നവർ എപ്പോഴും എന്നോട് പറയാറ്. ഞാനൊരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ പറയുന്നത് സൗണ്ടിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു എന്തോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് കേട്ട് നോക്കൂ. ഒരു വട്ടം ഇപ്പം ക്ലാസ് കണ്ടു, ഒന്ന് വേണ്ട നോട്ട് എഴുതിയെടുക്കുക, അത് കഴിഞ്ഞ് നോട്ട് നോക്കുക, ആ സമയത്ത് വീഡിയോയും ഒന്നുകൂടി പ്ലേ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫാക്റ്റ് നിങ്ങൾക്ക് പഠിച്ചു കഴിയുക. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തോണം കേട്ടോ. അപ്പം നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുന്നു. ക്ലാസ് കണ്ടില്ലേ, ഒന്ന് ലൈക്ക് ചെയ്തേരെ. അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്ന കസിൻസിനും PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം തിരിച്ചും നമ്മളോട് സഹകരിക്കുമോ അതനുസരിച്ചിരിക്കും ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ് എത്ര മണിക്കാണ്? 12 മണിക്ക്. അപ്പോൾ 12 മണിയാകുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും നോക്കിക്കോളൂ, 12 മണിയുടെ ക്ലാസ് അവിടെ ഉണ്ടായിരിക്കും. താങ്ക്